നമുക്കിന്നൊരു മീൻ മുളകിട്ടത് വയ്ക്കാനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുക്, ഉലുവ, ഒരു നുള്ള് ഉലുവായും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട്, പിന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഒരു 2 പച്ചമുളകൊന്ന് കീറിയിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ചിട്ട് അതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ, ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിനകത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് അതൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്നും പച്ചമണം മാറി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ വഴന്ന് ഒരു പച്ചമണം മാറുമ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ആ വെള്ളം ഒഴിച്ച് അതൊന്ന് പറ്റി ആ ഒരു എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് പൊടി നല്ലപോലെ മൂത്ത് ആ ഒരു പച്ചമണം മാറും. ഇതിനിടയ്ക്ക് ഞാനൊരു 2 വടക്കംപുളി ഇടുന്നുണ്ട്, 2 കഷ്ണം. നല്ല പുളിയുള്ളത് കൊണ്ടാണ് വടക്കംപുളി ഇട്ടേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന മീനും ചൂരമീൻ, അതിന് അധികം പുളി വേണ്ട അധികം പുളി ഞാൻ യൂസ് ചെയ്യാറില്ല ചൂരമീൻ. പിന്നെ വലിയൊരു തക്കാളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട്, അതുകൊണ്ട് പുളി കുറച്ചിട്ടേക്കുന്നത്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴന്ന് ഒരു എണ്ണ ഇങ്ങനെ തെളിയുന്ന ആ ഒരു പരുവാകുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അരപ്പാത്രം, ഒരു ചെറിയൊരു പാത്രം നിറച്ചുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അടച്ച് വെച്ച് ഞാൻ തിളപ്പിക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൂടിട്ട് നല്ലപോലെ ഞാൻ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് വരെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പം ചേർക്കാം. എല്ലാം മീനകത്തിലൊന്ന് തിളച്ച് നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ കഴുകി ഇതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ശകലം വിനാഗിരി കൂടെ ഒഴിച്ച് ഞാൻ മീൻ വെട്ടുമ്പോൾ കഴുകാറുള്ളത്. ആ ഒരു ഉളുമ്പ് മണം അങ്ങ് മാറും. അന്നേരം മീൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ട് ഒരു 10 മിനിറ്റ് അത് നല്ല ഫ്ലെയിമിലും ഫ്ലെയിം കുറയ്ക്കാതെ ഇട്ട് 10 മിനിറ്റും ഫ്ലെയിം കുറച്ചിട്ടൊരു 5 മിനിറ്റും കൂടെ ഞാൻ വയ്ക്കാറുണ്ട്. ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വയ്ക്കുമ്പോൾ മീൻ വാങ്ങുന്നതിന് കുറച്ച് മുന്നേ ഒരു ഫ്ലെയിം കുറച്ച് നേരം വയ്ക്കാമെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളൊഴിച്ച എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കും. കാണാനൊരു ഭംഗിയൊക്കെ കാണും മീൻ കറിക്ക്. ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ തക്കാളി അതിൻ്റെ മുകളിലിങ്ങനെ ഒരു വലിയൊരു കഷ്ണം വലിയൊരു തക്കാളി എടുത്ത് അതിങ്ങനെ പീസാക്കിയിട്ട് ഇടുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ 10 മിനിറ്റും വെച്ച് ശേഷം 5 മിനിറ്റ് ഞാൻ ഫ്ലെയിം കുറച്ച് വിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഇരിക്കുന്തോറും ആ മീൻ നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴാണ് മീനിൻ്റെ ആ ഒരു അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവുന്നത്. നമുക്കൊരു പിറ്റേന്നായാലും കൂട്ടുമ്പോൾ നല്ല ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെഡിയായിരിക്കുന്നു. മീൻ മുളകിട്ടത് ഇത് പിറ്റേ ദിവസവും വെച്ചിട്ട് നമുക്ക് ചൂടാക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്.
ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്.